എന്താണ് സോഷ്യൽ മീഡിയയിൽ ഈ വിവാഹത്തിന്റെ ആ വീഡിയോയ്ക്ക് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ കുറെ വായിക്കാനിടയായി. അതിൽ പറഞ്ഞിരിക്കുന്ന കുറെ കമന്റുകൾ കുറെ വിമർശനാത്മകമായിട്ടുള്ള കമന്റ് ഇട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ IM വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലേ? ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ബോധമില്ലേ? അദ്ദേഹത്തിന്റെ പദവി എത്രത്തോളം വലുതാണ് എന്ന് സാധാരണക്കാർക്ക് അറിയുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലും അറിയാതെയാണ് ചിലരൊക്കെ വന്ന് എന്താണ് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മക്കളെ അവരുടെ ഒരു വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന കമന്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാർ ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇത്രയും അധികം? നമുക്കറിയാം, നമ്മളൊരു കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വിമർശിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു അനീതി കാണുമ്പോൾ ആണ് നമ്മൾ അത് എന്താണ് എന്നുള്ള വിമർശനാത്മകമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് അനീതി കാണുമ്പോഴാണ്. എവിടെ അനീതി കാണുന്നോ, അല്ലെങ്കിൽ എവിടെ ന്യായമില്ലായ്മ കാണുന്നോ, അല്ലെങ്കിൽ എവിടെ സത്യസന്ധതയില്ലാതെ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു കാര്യം വിമർശിക്കുന്നത്. അത് ശരിയായില്ല, അല്ലെങ്കിൽ അവിടെ അതിന്റെ ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അതൊരു കഷ്ടമായി പോയി, അല്ലെങ്കിൽ വളരെ മോശമായ ഒരു കാര്യമാണ് അവരത് ചെയ്തത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കും